ഇടുക്കിയിൽ ഏലത്തോട്ടങ്ങളിലെ കാടുകൾ വെട്ടിനീക്കുന്ന ജോലികൾ കർഷകർ ഉപേക്ഷിച്ചതോടെ കാട്ടുപടർപ്പുകൾ ഭക്ഷണമാക്കി ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാനക്കൂട്ടങ്ങൾ. വേനൽ കടുത്തതോടെ ഭക്ഷണവും വെള്ളവും തേടിയാണ് കാട്ടാനകൾ കൂട്ടത്തോടെ കാടിറങ്ങുന്നത്. കാട്ടാനക്കൂട്ടം ചിന്നക്കനാൽ BL റാമിൽ മാത്രം നശിപ്പിച്ചത് 200 ഏക്കറിലധികം ഏലകൃഷിയാണ്. വനമേഖലയുടെ വാഹകശേഷിയേക്കാൾ വന്യമൃഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണ് ഇവ കാടിറങ്ങാൻ കാരണമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കേന്ദ്ര വനം വന്യജീവി വകുപ്പിന്റെ കണക്കുകളും ഇവ ശരിവെക്കുന്നതാണ്. കാട്ടാനയുടെ എണ്ണത്തിൽ 40% വർധന ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം വരൾച്ചയും രൂക്ഷമായിരിക്കുകയാണ്. പുൽമേടുകൾ ഉണങ്ങിയതോടെ തീറ്റയും വെള്ളവും തേടി കാട്ടാനകൾ കൂട്ടമായി കാടിറങ്ങുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ഹൈറേഞ്ചിലെ തോട്ടം മേഖലയ്ക്കാണ്. ഏലക്കായുടെ വില കുത്തനെ ഇടിഞ്ഞ് നിൽക്കുന്നതിനാൽ കർഷകർ തോട്ടങ്ങളിലെ ജോലികളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. കാട്ടുപടർപ്പുകൾ പടർന്നു നിൽക്കുന്നതിനാൽ തോട്ടങ്ങളിലെത്തുന്ന കാട്ടാനക്കൂട്ടം മടങ്ങാത്ത സാഹചര്യമാണ്. ഒപ്പം ഏലച്ചെടികൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടാനശല്യം രൂക്ഷമായി തുടരുന്ന BL റാമിൽ മാത്രം 200 ഏക്കർ ഏലം കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ഈ കാട് കയറി കിടക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പണിയാനുള്ള പണിക്കൂലി കൂടുതലാണ്. അതുപോലെ തന്നെ ഏലക്കായ്ക്കാണെങ്കിൽ 600-ഉം 700-ഉം അതിൻ്റെ ഒരു താഴെയുള്ളൊരു വിലയേ ഉള്ളൂ. നല്ല പറമ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ആന കയറി നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചെടിയൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ തന്നെ ഒരു 3-4 വർഷം ആവും. ആ 3-4 വർഷം ഇവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഈ ഒരു 3 മാസം ഒരു 10-200ഓളം ഏക്കറുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാട്ടാന കൂട്ടമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കാരണം ഇത് ഒരു തോട്ടത്തിൽ കയറിയാൽ ഒരു ദിവസമൊക്കെ അവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വിളവെടുക്കുന്നതിന് പ്രായമായ രീതിയിൽ ഒരു ഏലച്ചെടി സംരക്ഷിച്ചെടുക്കുന്നതിന് 3 വർഷത്തോളം വേണ്ടിവരും. നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്തുണ്ടായ കൃഷിനാശം കർഷകരെ കടുത്ത പ്രതിസന്ധിയിലും കടക്കണിയിലേക്കും തള്ളിവിട്ടിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് കാട്ടിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.